ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഇടാനൊക്കെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന്റെ എല്ലാത്തിന്റെ ക്ഷീണം തീർക്കുന്ന നല്ലൊരു ബിഗ് ന്യൂസ് ആയിട്ടാണ്, അതായത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ന്യൂസ് ആയിട്ടാണ്. അത് കാനഡയിൽ പുതിയതായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതും നമുക്ക് ഇനി മുതൽ കുറച്ച് നാളത്തേക്ക് ടാക്സ് ഇല്ല. അപ്പോൾ ഈ സംഭവം കാനഡയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടാക്സ് ഫ്രീ ഹോളിഡേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ഇപ്പൊ ഇത്രയും കേട്ടിട്ട് വേഗം സ്കിപ്പ് ചെയ്ത് പോവില്ല, ഫുൾ കാണുക. എന്തിനൊക്കെയാണ് ടാക്സ് ഇല്ലാത്തത്, കുറച്ച് ഐറ്റംസ് അവര് പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഐറ്റംസിനാണ്. പിന്നെ ഇത് കൂടാണ്ട് വേറെ കുറച്ച് കാര്യങ്ങളും അവര് നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ബെനിഫിറ്റ്. അപ്പൊ ഈ വീഡിയോ എന്താണെങ്കിലും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണുക. ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാനഡ ഗവൺമെന്റ് പുതിയൊരു അപ്ഡേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ടാക്സ് ഫ്രീ ഹോളിഡേ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതായത് സ്പെസിഫിക് ടൈം ഡ്യൂറേഷനിൽ കാനഡയിൽ ഇനി അങ്ങോട്ട് സാധനം വാങ്ങിക്കുമോ നമുക്ക് ടാക്സ് ഇല്ല എന്നുള്ളതിന്റെ സവിശേഷത. അതായത് മെയിൻ ആയിട്ട് ഇത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2024 ഡിസംബർ 14 മുതൽ 2025 ഫെബ്രുവരി 15 വരെയാണ് നമുക്ക് ഈ ഒരു സുവർണാവസരം ഗവൺമെന്റ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 2 മാസത്തോളം കാലഘട്ടത്തിലാണ് ഈ ഒരു സംരംഭം അവർ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനെതിരെ ഒന്ന് പിടിച്ചെടുത്താനും സാധാരണക്കാർക്കും എല്ലാ കാര്യങ്ങളും സാധനങ്ങളും വാങ്ങാനും യൂസ് ചെയ്യാനും അതൊക്കെ ഒന്ന് നന്നായിട്ട് ചെയ്യാനായുള്ള ഒരു സേവനമാണ് അവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇനി ഏതൊക്കെ ഐറ്റംസിനാണ് അതായത് ടാക്സ് ഇല്ലാത്തത് എന്ന് പറയാം. അതായത് മെയിൻ ആയിട്ട് കുട്ടികളുടെ ഐറ്റംസ് പറയുവാണെങ്കിൽ കുട്ടികളുടെ സീറ്റിന് ഇല്ല. അതായത് നമുക്ക് കാർ സീറ്റ് ഉണ്ടല്ലോ, അതിന് ടാക്സ് ഇല്ല. പിന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ടോയ്സ്, ഡയപ്പർ, ഫുഡ് വെയേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സുകൾക്കൊക്കെ നമുക്ക് ഈ ടാക്സ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അതായത് ടാക്സ് ഇല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നുള്ളത്. അത് മാത്രമല്ല, നമുക്ക് പുസ്തകങ്ങൾ, ബുക്സ്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ ക്രിസ്മസ് വരാണല്ലോ, ക്രിസ്മസ് സീസൺ ആണത്. ആ സമയത്ത് വരുന്ന ക്രിസ്മസിന്റെ ട്രീസും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഡെക്കറേഷൻസിനും ഒന്നും ഈ ടാക്സ് ഇല്ല എന്നുള്ളതാണ്. ഈ ടാക്സ് ഇല്ല എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെയധികം ആശ്വാസമാണ്. അതായത് നമ്മളൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു 13% ടാക്സിലേക്ക് പോവാന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ 13% ഇല്ല ഇനി മുതൽ 2 മാസത്തേക്ക്. അപ്പൊ ഈ സുവർണാവസരം നിങ്ങൾ എന്താണെങ്കിലും യൂസ് ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ $100 നമ്മൾ ചെലവഴിക്കുമ്പോൾ അതിൽ എക്സ്ട്രാ ഒരു $13 നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ആ ഒരു $13 ഇനി അങ്ങോട്ട് ഇല്ല എന്നുള്ളത് പറയുന്നത്. ഒരു $100 ഇനിയും തീർന്നിട്ടില്ല. ഇത് ഈ കുട്ടികളുടെ ഐറ്റംസ് മാത്രമല്ല, അല്ലാണ്ട് നമുക്കിനി ഫുഡിന്റെ കാര്യത്തിൽ, അതായത് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസറി മാത്രമല്ല, അല്ലാണ്ട് നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനാണെങ്കിലും ടാക്സ് ഇനി ഇല്ല. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യം വരുന്ന ഐറ്റംസ് ആണ് ഈ ഫുഡും കാര്യങ്ങളൊക്കെ, ജീവന്റെ നിലനിൽപ്പ് തന്നെ. അപ്പൊ അതിനൊക്കെ തന്നെ ഒരു ടാക്സ് അവർ മാറ്റി നിർത്തി, വെട്ടി കുറയ്ക്കല്ല, മാറ്റി തന്നെ വെച്ചേക്കാണ്. ടാക്സ് ഇല്ല എന്നുള്ളതിൽ GST ഇല്ല, HST ഇല്ല. ഫുഡ്, അതുപോലെ തന്നെ ഗ്രോസറി പർച്ചേസിനും, അതുപോലെ തന്നെ റെസ്റ്റോറന്റ് ഭക്ഷണം കഴിക്കുന്നതിനും, അതുപോലെ തന്നെ ബീവറേജിനും ഒന്നും ടാക്സ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇത് റീറ്റെയിൽ ആയിട്ട് മാത്രമല്ല, ഹോൾസെയിൽ ആയിട്ട് നമ്മൾ മേടിക്കുമ്പോഴും നമുക്ക് ടാക്സ് ഇല്ല. അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് കടയൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ ഇത് ഏറ്റവും വളരെയധികം നമ്മളെക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണിത്. അത് മാത്രമല്ല, നമുക്ക് വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത് അഫക്ട് ചെയ്യണത്, എങ്ങനെ നമുക്കിത് അപ്ലിക്കബിൾ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കടയിൽ പോയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ടാക്സ് ഇല്ലാതെ അത് ടാക്സ് കുറച്ചുകൊണ്ട് കിഴിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ ബില്ല് കിട്ടുന്നതാണ് അതിന്റെ ഒരു കാര്യം. അതായത് നമ്മൾ ഓൾറെഡി ബില്ല് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സും കൂടെ പ്രിന്റ് ചെയ്തിട്ടല്ലേ വരിക. ഇതിനകത്ത് നമുക്ക് ടാക്സ് ഇൻക്ലൂഡ് അല്ല. അപ്പൊ അങ്ങനെ വെച്ചാൽ നമുക്ക് വളരെ ഒരു ഗുണകര കാര്യമാണ്. സാധാരണ വെച്ചാൽ കാനഡയിലെ ഓരോരോ ബെനിഫിറ്റുകളും ടാക്സിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മളത് പ്രത്യേകം ചിലതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം, എന്നാലും നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇതിനെ നമ്മൾ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, സാധാരണ ഒരാളെ പോലെ നമ്മൾ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നതാണ് ഡിസംബർ 14 മുതൽ ഫെബ്രുവരി 15 വരെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അതുപോലെ ടാക്സ് നല്ല രീതിയിൽ പോകുന്ന ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. എന്താണെങ്കിലും എനിവേ ബ്ലാക്ക് ഫ്രൈഡേ ഒക്കെ ഓവറായി. എന്നാൽ ഇനി നമുക്ക് ഇത് വരുന്നുണ്ട്, വരുന്ന ബോക്സിംഗ് ഡേ ആണ്. അന്ന് കിടിലും നമുക്ക് എന്താ വെച്ചാൽ ഡിസ്കൗണ്ടുകളും സെയിൽസും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോക്സിംഗ് ഡേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ ടാക്സ് ഫ്രീ ഹോളിഡേയുടെ ഉള്ളിലാണ് ബോക്സിംഗ് ഡേ വരുന്നത്. അപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ മിസ് ആക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ബോക്സിംഗ് ഡേ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ടാക്സും ഇല്ല, നമുക്ക് ഓൾറെഡി കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. അത് മാത്രമല്ല, അഡീഷണൽ ആയിട്ട് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏകദേശം ഒരു $250 നമുക്ക് ഒരു റിബേറ്റ് ആയിട്ട് നമുക്ക് കാനഡ ഗവൺമെന്റ് തിരിച്ചു തരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ടാക്സ് ബ്രാക്കറ്റ്സ് ഒക്കെ കുറവുള്ള ബേസിക് ടാക്സ് ബ്രാക്കറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ നമുക്കൊരു $250 ഒരു ചെക്ക് അല്ലെങ്കിൽ ഒരു അത്രയും ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്.
അപ്പൊ ഇത്രയും ബെനിഫിറ്റ് ഒക്കെയാണ് നമുക്കിപ്പോ ട്രൂഡോ ഗവൺമെന്റ് തരാൻ പോകുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വരുന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ സെയിം സിറ്റുവേഷൻ തന്നെ ഇലക്ഷൻ കാരണം കൊണ്ടാണ്. എന്താണെങ്കിലും നമുക്ക് അത് യൂസ്ഫുൾ ആയി 2 മാസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പുതിയ തീരുമാനങ്ങളൊക്കെ വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കാരണം ഈ സംഭവം ഇങ്ങനെ ഒരു ടാക്സ് ഫ്രീ ഹോൾഡ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ ആദ്യമായിട്ട് ഇപ്പോഴാണ് ഫസ്റ്റ് ടൈമാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നമുക്ക് അങ്ങ് എടുത്തേക്കാന്നേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണെങ്കിലും മടിക്കേണ്ട, വേഗം പോയിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും വീഡിയോസ് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ കൂടാണ്ട് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും കമൻറ്റ് വായിക്കുന്ന ഞങ്ങൾക്കും എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല, ഇപ്പൊ ഇനി അങ്ങോട്ട് ടാക്സിന്റെ സീസണും വരാൻ പോവാണല്ലോ. അപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പയ്യെ ടാക്സിന്റെ സീസണോട് കടക്കുകയാണ്. അപ്പോൾ ഇനി ടാക്സിനോടനുബന്ധിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കാനഡ ഗവൺമെന്റിന്റെ എന്തൊക്കെയാണ് അവരുടെ ബെനിഫിറ്റ്സ് എന്നും എന്തൊക്കെ തരത്തിലാണ് ടാക്സ് ഉള്ളതെന്നും ടാക്സ് കൊണ്ട് നമുക്ക് കിട്ടുന്ന റിബേറ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് സ്കിപ്പായി പോവോ അല്ലെങ്കിൽ കിട്ടാണ്ടിരിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന് പറയുന്ന ബട്ടൺ ഇനാബിൾ ചെയ്യുക. അതങ്ങ് തല്ലി പൊടിച്ചേക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇത്തവണ ക്രിസ്മസ് നമുക്ക് അടിച്ച് പൊളിക്കാം, അതും ടാക്സ് ഇല്ലാതെ. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ, ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.